വെൽക്കം ടു മിന്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പോലീസിൽ ഒരു 112 ഒഴിവ് കൂടെയാണ് വന്നിട്ടുള്ളത്. അത് കോൺസ്റ്റബിളിൻ്റെയും വനിതാ പോലീസിൻ്റെയും ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ഒരു സ്പെഷ്യൽ കാര്യമുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ എൻഡ് വരെ കാണാൻ മറക്കണ്ട. ആൻഡ് നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, അതേപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ പോലീസിൽ നമുക്ക് എന്താണുള്ളത്? 112 ഒഴിവാണ് ഉള്ളത്. സോ 112 ഒഴിവാണ് ഉള്ളത്. അതെന്തൊക്കെയാണുള്ളത്? കോൺസ്റ്റബിളുടേതിന് 99 ഒഴിവുകളും അതേപോലെ വനിതാ പോലീസിന് 13 ഒഴിവുകളുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കോൺസ്റ്റബിളിന് 99 ഒഴിവുകളും അതേപോലെ തന്നെ വനിതാ പോലീസിന് 13 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയുടെ 99 ഒഴിവ് കൂടിയാണ് PSC റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ PSC 99 ഒഴിവാണ് ആർക്ക്? കോൺസ്റ്റബിൾസിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ അറിയണം. അതിൻ്റെ അകത്ത് 85 പുതിയ ഒഴിവും അതേപോലെ 14 NJD കൂടെയാണ് എന്നും കൂടെ ശ്രദ്ധിക്കാം. ഇത് മാർച്ച് 30, ഏപ്രിൽ 1 തീയതികളിലായിട്ടാണ് പോലീസ് വകുപ്പ് റിപ്പോർട്ട് ചെയ്തത്. അപ്പം എന്തൊക്കെയാണ്? 85 പുതിയ ഒഴിവും അതേപോലെ 14 NJDയും കൂടെയാണ് നമുക്ക് ഉള്ളത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഇതാണ് നമുക്ക് വരുന്ന ഒഴിവുകളായിട്ട് നമുക്ക് ഉള്ളത്. അപ്പോൾ 85 ടോട്ടൽ 99 ഒഴിവുകളുള്ളത്. അതിൻ്റെ അകത്ത് 85 ഒഴിവ് പുതിയതും 14 NJD ആയിട്ടാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ഒഴിവ് എവിടെയുള്ളത്? മലപ്പുറം ജില്ലയിലാണുള്ളത്. അതായത് MSPയിലാണ് ഏറ്റവും കൂടുതൽ ഒഴിവ് വന്നിട്ടത്. എത്ര? 19 വന്നിട്ടുള്ളത്. എവിടെ? മലപ്പുറം ജില്ലയിൽ. പിന്നെ ഏറ്റവും കുറവ് വന്നിട്ടുള്ളത് എവിടെയാണ്? KP, അതായത് ഇടുക്കി ജില്ലയിലാണ് വന്നിട്ടുള്ളത്. അത് 9 വന്നിട്ടുള്ളത്. ഏറ്റവും കുറവ് ഇടുക്കി ജില്ലയിലും ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലുമാണുള്ളത്. അതായത് മലപ്പുറം MSP അവിടെ 19 ഒഴിവുകളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇടുക്കിയിൽ 9 ഉള്ളത്. ഏറ്റവും കുറവുള്ളത് അതായത് ഇടുക്കി KPയിൽ നമുക്ക് ഏറ്റവും കുറവ് ഇടുക്കിയിലാണുള്ളത്. 9 ഉള്ളത്. അപ്പോൾ ഒഴിവുകൾ വന്നിരിക്കുന്ന ഓരോ ജില്ല അനുസരിച്ചിട്ടാണ് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റു ജില്ലകൾ അല്ലെങ്കിൽ ബറ്റാലിയനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒഴിവ് എത്രയൊക്കെയാണ്? ട്രിവാൻഡ്രം, തിരുവനന്തപുരം SAP എടുക്കുകയാണെങ്കിൽ 13. അതേപോലെ തന്നെ എറണാകുളം എടുക്കുകയാണെങ്കിൽ KP നോക്കുകയാണെങ്കിൽ 18. അതേപോലെ തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ KP എടുക്കുകയാണെങ്കിൽ 11. പത്തനംതിട്ട KP എടുക്കുകയാണെങ്കിൽ 13. അതേപോലെ കാസർഗോഡ് ആണെങ്കിലോ 16 വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ ജില്ലയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു അല്ലേ. അപ്പൊ എവിടെയൊക്കെയായിരുന്നു? മലപ്പുറം നോക്കുകയാണെങ്കിൽ 19 ഉണ്ട്, ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും കുറവ് നോക്കുകയാണെങ്കിൽ എവിടെയാണ്? ഇടുക്കിയാണുള്ളത്, 9 അതേപോലെ തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ 13 ഉണ്ട്, എറണാകുളത്ത് 18 ഉണ്ട്. അപ്പോൾ എറണാകുളത്തും കുറച്ച് കൂടുതൽ തന്നെയുണ്ട്. അതേപോലെ തൃശ്ശൂർ 11 ഉണ്ട്, പത്തനംതിട്ടയിൽ 13 ഉണ്ട്. അതേപോലെ ട്രിവാൻഡ്രം പോലെ തന്നെ 13 നമുക്ക് പത്തനംതിട്ടയിലും ഉണ്ട്. അതേപോലെ കാസർഗോഡ് ആണെങ്കിൽ 16 നമുക്ക് ഒഴിവുകൾ വരുന്നത്. പിന്നെ നമുക്ക് നോക്കേണ്ടത് തൃശ്ശൂരും മലപ്പുറത്തിലുള്ള മലപ്പുറം ഒഴികെയുള്ള, സോ തൃശ്ശൂരും മലപ്പുറം അല്ലാത്ത ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിൽ നിലവിലുള്ള പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ, സോ നിലവിലുള്ള പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് ഉടൻ നിയമനം ശുപാർശ നൽകുന്നത്. സോ നിലവിലുള്ള ലിസ്റ്റിൽ നിന്നായിരിക്കും എവിടെ നിന്ന്? മലപ്പുറവും തൃശ്ശൂരും അല്ലാത്ത ജില്ലകളിൽ നമുക്ക് ശുപാർശ പോകുന്നത്. പക്ഷേ തൃശ്ശൂരും മലപ്പുറം ജില്ലകളിലെ റാങ്ക് ലിസ്റ്റിൽ, മെയിൻ ലിസ്റ്റിൽ നിന്ന് എല്ലാവർക്കും നിയമന ശുപാർശ നൽകുന്ന വഴി അവസാനിപ്പിച്ചിരിക്കുകയാണ്. സോ തൃശ്ശൂരും മലപ്പുറത്തും ഇപ്പോഴത്തെ ലിസ്റ്റിൽ നിന്ന്, നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് ഓൾറെഡി നിയമനം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ എന്താ ചെയ്യുക? പുതിയ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും നിയമനം നടക്കുക എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കണം. അപ്പൊ തൃശ്ശൂരും മലപ്പുറവും അല്ലാത്ത ജില്ലകളിലുള്ള ഓൾറെഡി ഉള്ള ലിസ്റ്റിൽ നിന്നായിരിക്കും നിയമനം നടക്കുന്നത്, ശുപാർശ പോകുന്നത്. പക്ഷെ തൃശ്ശൂരും മലപ്പുറത്തും അത് ഓൾറെഡി കഴിഞ്ഞു. ലിസ്റ്റിൽ കൂടെ നൽകുന്ന വഴി ഓൾറെഡി കഴിഞ്ഞു, അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി എന്താ ചെയ്യുക? പുതിയ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും ഇനി നിയമനം നടക്കുക. ഏത് ജില്ലകളിൽ? തൃശ്ശൂരും മലപ്പുറവും. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. തൃശ്ശൂരും മലപ്പുറവും ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ തൃശ്ശൂരും മലപ്പുറവും പുതിയ ലിസ്റ്റിൽ ത്രൂ ആയിരിക്കും നിയമനം നടക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു കോൺസ്റ്റബിളുടെ ഉണ്ട്, അതേപോലെ വനിതാ പോലീസിന്റെ ഉണ്ട്. അപ്പോൾ കോൺസ്റ്റബിളിന്റെ നമ്മൾ കണ്ടു എത്രയുണ്ട്?
99 വേക്കൻസീസ് ഉണ്ട്. നമ്മൾ പല ജില്ലകളിലായിട്ട് കണ്ടല്ലേ. ഏറ്റവും കൂടുതൽ മലപ്പുറത്തുണ്ട്, ഏറ്റവും കുറവ് ഇടുക്കിയിലുണ്ട്. അപ്പം അത് 19, മലപ്പുറത്ത് 19, ഇടുക്കിയിൽ 9, അങ്ങനെയൊക്കെ ആയിട്ട് പല പല സ്ഥലങ്ങളിലെ വേക്കൻസീസ് ഒഴിവുകളൊക്കെ നമ്മൾ കണ്ടു. അതേപോലെ തൃശ്ശൂരും മലപ്പുറവും ഉള്ളത് എങ്ങനെയാണ്, ഏത് ലിസ്റ്റ് ആയിരിക്കും, പുതിയ ലിസ്റ്റ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ കണ്ടു. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പഴയ ലിസ്റ്റ് തന്നെയായിരിക്കും. അതേപോലെ ഉള്ളതാണ് എന്ത്, വനിതാ പോലീസ് കോൺസ്റ്റബിളുടെ തസ്തികയുടെ 13 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ വനിതാ പോലീസിന് വേണ്ടി 13 ഒഴിവുകളാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. കോൺസ്റ്റബിളിന് വേണ്ടി 99 ആണ്. ടോട്ടൽ എത്രയുണ്ട്? 112 ഒഴിവുകളാണ് നമുക്ക് വരുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതിന് വേണ്ടി അപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 99 കോൺസ്റ്റബിൾസും അതേപോലെ തന്നെ 13 വനിതാ കോൺസ്റ്റബിൾസും ആണ് നമ്മുടെ ഒഴിവുകൾ വന്നിട്ടുള്ളത്. അതേപോലെ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലേ, നമുക്ക് അവസാനം ആകുമ്പോഴേക്കും ഒരു സ്പെഷ്യൽ കാര്യം ഉണ്ടെന്ന്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കാര്യം. എന്താണ്? വിഷു കൈനീട്ടം ഇനി അറിവിലൂടെ തന്നെ നമുക്ക് നൽകുന്നതായിരിക്കും അല്ലേ. എന്താണ് നമ്മളുടെ മിനിറ്റ് ചെയ്യുന്നത്? നമ്മൾക്കൊരു 25% ഓഫ് വരികയാണ്. വലിയതല്ലേ, 25% ഓഫർ വരികയാണ്. എല്ലാ കോഴ്സുകൾക്കുമാണ് ഓഫർ വരുന്നത്. എന്തായിട്ട്? വിഷുവിൻ്റെ ഓഫറായിട്ട്, വിഷു കൈനീട്ടമായിട്ട് അറിവാണ് ഞങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ 25% ആയിട്ടൊരു ഓഫർ കിട്ടുകയാണ്. എല്ലാ കോഴ്സുകൾക്കുമാണ് ഓഫർ കൊടുക്കുന്നത്. ഫ്രം 13th April 2026, അതായത് ഇന്ന് മുതൽ എന്ന് വരെയാണ് ഇത് വാലിഡ്? 16 ഏപ്രിലിനുള്ളിൽ വരെയാണ് നമ്മളിത് വാലിഡ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഓഫർ അവൈൽ ചെയ്യാൻ നോക്കുക. എത്രയും പെട്ടെന്ന് ഓഫർ കിട്ടാൻ വേണ്ടി നിങ്ങൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ മിനിറ്റ് ആപ്പൊക്കെ ആക്സസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൊടുത്തിരിക്കുന്ന നമ്പറെ വിളിച്ചാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ അറിയാൻ പറ്റും. എന്തൊക്കെയാണ് നമ്മളുടെ കോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം ഒന്ന് നോക്കുക. നമ്മളുടെ ലോങ് ടേം ബാച്ചസ് ഉണ്ട്, ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ നമുക്ക് ഗൈഡഡ് ആയിട്ടൊരു അപ്രോച്ച് വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളത് തന്നെ അറിയുക. അപ്പോൾ 25% ഓഫാണ്. ഭയങ്കര ഒരു ലിമിറ്റഡ് ടൈം ഓഫറാണ്. അപ്പോൾ നമ്മളത് മാക്സിമം പെട്ടെന്ന് തന്നെ എടുക്കാൻ നോക്കുക. നമ്മളുടെ പല കോഴ്സസും അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾ ഒരു എന്താ പറയുക, ഈ ഓഫർ മാക്സിമം അവൈൽ ചെയ്യാൻ തന്നെ നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് തോന്നുന്നു. മികച്ച പഠനം മിനിറ്റിനൊപ്പം. താങ്ക് യു സോ മച്ച്.